എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ വിനിയോഗവും സുസ്ഥിരതയും. ഇതിൻ്റെ മുന്നത്തെ ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇരുമ്പയിരുകൾ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4ആയി തരംതിരിക്കാം. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിരെന്ന് വിളിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇരുമ്പയിരിനെ 4ആയിട്ട് തരംതിരിക്കുന്നു: മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിരെന്നാണ് വിളിക്കുന്നത്. അലോഹധാതുക്കൾ. ലോഹത്തിൻ്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു. അലോഹധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യേന കുറവാണ്. ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ലോഹത്തിൻ്റെ അംശമില്ലാത്ത ധാതുക്കളെയാണ് അലോഹധാതുക്കളെന്ന് വിളിക്കുന്നത്. അലോഹധാതുക്കൾക്ക് കാഠിന്യം, തിളക്കം, വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ കുറവായിരിക്കും. അപ്പം ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും അലോഹധാതുക്കളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. കൽക്കരി, പെട്രോളിയം പോലുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്രാഫൈറ്റ്, കളിമണ്ണ് പോലുള്ള ജൈവധാതുക്കളിൽ അജൈവിക ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. തന്നിരിക്കുന്ന ലോഹധാതുക്കളുടെയും അലോഹധാതുക്കളുടെയും ഉപയോഗം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ലോഹധാതുക്കളും ഉപയോഗവും അലോഹധാതുക്കളും ഉപയോഗവും. അപ്പോൾ അതിൽ വരുന്നത് ലോഹധാതുക്കളിൽ വരുന്നതാണ് ഇരുമ്പ്, സ്വർണം, ചെമ്പ്. അതിൽ ഓരോന്നിൻ്റെ ഉപയോഗം നോക്കാം. ഇരുമ്പ് ഉപയോഗിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന്, സ്വർണം ആഭരണ നിർമ്മാണത്തിന്, ചെമ്പ് വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് അലോഹധാതുക്കളും ഉപയോഗവും. ഗ്രാഫൈറ്റ് പെൻസിൻ്റെ നിർമ്മാണം, പെട്രോള് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കളിമണ്ണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, പാത്ര നിർമ്മാണത്തിനായിട്ട് കളിമണ്ണ് ഉപയോഗിക്കുന്നു. വൈവിധ്യമാർന്ന ധാതുക്കളാൽ സമ്പന്നമാണ് ഇന്ത്യ. രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ ധാതുവൈവിധ്യത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ലോഹധാതുക്കളും ഉപയോഗവും അലോഹധാതുക്കളും ഉപയോഗവും എന്നിട്ടൊരു പട്ടികപ്പെടുത്തിയിട്ട് ഇത് എഴുതാം. ഇരുമ്പ് കെട്ടിട നിർമ്മാണം, സ്വർണം ആഭരണ നിർമ്മാണം, ചെമ്പ് വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണം, ഗ്രാഫൈറ്റ് പെൻസിൽ പെട്രോൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു, കളിമണ്ണ് കരകൗശല പാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇവിടെ ഇന്ത്യയിലെ ധാതുവിഭവങ്ങളുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് ഇന്ത്യയുടെ. അതിൽ ഓരോ സൂചിയൊക്കെ കൊടുത്തിട്ട് ഓരോന്നിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇരുമ്പ്, ലെഡ്, സിങ്ക്, മൈക്ക, ചെമ്പ്, കൽക്കരി ഓരോന്നിനും ഓരോ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. സ്വർണം, ജിപ്സം അങ്ങനെ ഓരോന്നുണ്ട്. അത് നമ്മൾ ഈ ഭൂപടത്തിൽ നോക്കിയിട്ട് സംസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഭൂപടത്തിൽ നിന്നും പ്രധാന ധാതുക്കളെയും അവ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളെയും കണ്ടെത്താനാണ്. അപ്പോൾ ഭൂപടത്തിൽ തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെ ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ താഴെ ഏതിൻ്റെ ചിഹ്നമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏതൊക്കെ സംസ്ഥാനത്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർണം മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക, ജാർഖണ്ഡ് അതവിടെ തന്നിട്ടുണ്ട്. ഇനി ഇരുമ്പിൻ്റെ കണ്ടുപിടിക്കണം. ഇരുമ്പിൻ്റെ ചിഹ്നം നോക്കിയിട്ട് അത് ഭൂപടത്തിൽ നിന്ന് കണ്ടുപിടിക്കും. കേരളം, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ഉത്തർപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ ഇവയ്ക്കിന് ഇരുമ്പിൻ്റെ വരുന്നത്. ഇനി അടുത്തത് കൽക്കരി. കാശ്മീർ, അരുണാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ, അസം, ജാർഖണ്ഡ് ഇതൊക്കെയാണ് കൽക്കരിയുടെ വരുന്നത്. ഇനി മാംഗനീസ് അത് വരുന്നത് നോക്കാം. ഭൂപടത്തിൽ നോക്കാം. നിങ്ങൾ ഭൂപടം ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് വെച്ചിട്ട് വേണം വീഡിയോ കാണാനായിട്ട്, അപ്പോൾ മനസ്സിലാവുള്ളേ. കർണാടകം, മഹാരാഷ്ട്ര, ഒഡീഷ, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടങ്ങളിലാണ്, ഈ സംസ്ഥാനങ്ങളിലാണ് മാംഗനീസ് കൂടുതലായും കാണപ്പെടുന്നത്. ഇനി അടുത്ത് നോക്കാം. ഉൽപാദന വ്യവസായം. അസംസ്കൃത വസ്തുക്കൾ, യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം.
ഉൽപ്പാദന വ്യവസായം എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ, യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാനായിട്ട് ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഇനി ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങൾ. ധാതുക്കൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യന് ഉപയോഗപ്രദമാകുന്നത് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ധാതുക്കൾ ഇന്ത്യയിലെ ഉൽപ്പാദന വ്യാവസായിക മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. വ്യത്യസ്ത സംസ്കരണ പ്രക്രിയകളിലൂടെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ് വ്യവസായങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തു. അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദന വ്യവസായങ്ങളെ തരംതിരിക്കുക. ഉൽപ്പാദന വ്യവസായങ്ങളാണ് കാർഷികാധിഷ്ഠിത വ്യവസായം, അതിൽ വരുന്നതാണ് കാർഷികമായിട്ടുള്ളത്. പഞ്ചസാര വ്യവസായം, ധാതു അധിഷ്ഠിത വ്യവസായം, ഇവിടെ എന്തിൻ്റെയാണ്, ഇരുമ്പുരുക്കിൻ്റെ വ്യവസായമായിരിക്കും ഉണ്ടാവുക. ഇനി രാസാധിഷ്ഠിത വ്യവസായം എന്നാണ്, ഉദാഹരണമായിട്ട് പെട്രോളിയം വ്യവസായമാണ്. വനാധിഷ്ഠിത വ്യവസായം എന്ന് പറഞ്ഞാൽ പേപ്പർ വ്യവസായം. ഇപ്പോൾ വനത്തിലുള്ള മരങ്ങൾ ഉപയോഗിച്ച്, ചില മരങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ പേപ്പർ ഉണ്ടാക്കുക, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി മൃഗാധിഷ്ഠിത വ്യവസായത്തിൽ വരുന്നതാണ് തുകൽ വ്യവസായം. അത് ഈ മൃഗം എന്ന് വെച്ചാൽ ഈ ചെമ്മരിയാടിൻ്റെ തോലുകൊണ്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് തുകൽ വ്യവസായം, അതുകൊണ്ടാണ്. അപ്പോൾ ഉൽപ്പാദന വ്യവസായങ്ങൾ. ഇനി ഇന്ത്യയിലെ ഉൽപ്പാദന വ്യവസായങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ സൂചിക താഴെ തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം, പെട്രോളിയം, രാസവ്യവസായം, പട്ടുതുണി, പരുത്തിത്തുണി, ഓരോന്നിനും ഒരു സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഇലക്ട്രോണിക്, ബ്ലൂ ഇരുമ്പുരുക്ക്. അപ്പോൾ നമുക്ക് ഈ ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചാൽ ഭൂപടം നോക്കിയിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഭൂപടം നിരീക്ഷിച്ചിട്ട് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുള്ള പ്രധാന ഉൽപ്പാദന വ്യവസായങ്ങളും സംസ്ഥാനങ്ങളും എഴുതാനാണ്. ഇരുമ്പുരുക്ക് വ്യവസായം അവിടെ തന്നിട്ടുണ്ട്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്. ഇനി പരുത്തിത്തുണിയുണ്ട്, പെട്രോളിയം, രാസവ്യവസായം ഉണ്ട്, പട്ടുതുണി. ഇവയ്ക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വരുന്നത് നമുക്ക് നോക്കാം. ആൻസർ നോക്കാം. പ്രധാന ഉൽപ്പാദന വ്യവസായങ്ങളും സംസ്ഥാനങ്ങളും. പരുത്തിത്തുണി തമിഴ്നാട്. ഭൂപടം നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഭൂപടം നിർത്തി വയ്ക്കുക ടെക്സ്റ്റ് ബുക്കിൻ്റെ. പരുത്തിത്തുണി തമിഴ്നാട്, കേരളം, കർണാടകം, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഇനി പെട്രോളിയം രാസവ്യവസായം ഗുജറാത്ത്, തെലങ്കാന, തമിഴ്നാട്, അസം. ഇനി പട്ടുതുണി വ്യവസായം തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ഒഡീഷ, ജാർഖണ്ഡ്, അസം, മേഘാലയ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. ഇരുമ്പുരുക്ക് വ്യവസായം വ്യാവസായിക വികസനത്തിൻ്റെ അടിത്തറയാണ്. ഇതര വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യവസായമായതിനാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തെ അടിസ്ഥാന വ്യവസായം എന്ന് വിളിക്കുന്നു. ഇരുമ്പുരുക്ക് വ്യവസായം ഘനവ്യവസായം എന്ന പേരിലും അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ഇരുമ്പുരുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഘനവ്യവസായം വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവും അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഘനവ്യവസായം എന്നും വിളിക്കുന്നു. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം. പ്രകൃതി വിഭവത്തിൻ്റെയും മനുഷ്യ വിഭവത്തിൻ്റെയും ലഭ്യത ഇന്ത്യയിൽ വ്യാവസായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഓരോ രാജ്യത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെ വ്യാപ്തി നിർണ്ണയിക്കുന്നത് ഇരുമ്പുരുക്ക് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇരുമ്പുരുക്ക് വ്യവസായം ഇതര വ്യവസായ മേഖലയെയും സേവന മേഖലയെയും പിന്തുണയ്ക്കുകയും രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതി 5 വർഷ കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതി. പ്രാചീനകാലം മുതൽക്കേ ഇന്ത്യക്കാർ ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയിൽ അറിവുള്ളവരായിരുന്നു. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1907 സാക്ചിയിൽ
ജംഷഡ്പൂർ കേട്ടോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടെയാണ്. 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും 1923 കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം അതിവേഗം വളർച്ച പ്രാപിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത്. പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. ഇന്ത്യയുടെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഭൂപടം നോക്കിയിട്ട് ഇരുമ്പുരുക്ക് വ്യവസായശാലകളെയും സംസ്ഥാനങ്ങളെയും കണ്ടെത്താനായിട്ട് പട്ടിക പൂർത്തിയാക്കാം. ഒരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട് ഒരെണ്ണം. സംസ്ഥാനം ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ: ഒഡീഷ, റൂർക്കേല, പാരാദീപ്, കെന്ദുത്താർഖണ്ഡ് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. സംസ്ഥാനം: പശ്ചിമ ബംഗാൾ ദുർഗാപൂർ, ബേൺപൂർ. ജാർഖണ്ഡ് ബൊക്കാറോ, ജംഷഡ്പൂർ. ഛത്തീസ്ഗഡ് റായ്ഗഡ്, ഭിലായ്. മഹാരാഷ്ട്ര ചന്ദ്രപൂർ. തമിഴ്നാട് സേലം. ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം. കർണാടകം ബെല്ലാരി. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും. ഇത് തമിഴ്ന്നുള്ളത് തമിഴ്നാടാണ് കേട്ടോ. ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട്.